Hello, good morning. Welcome to Learn Now. നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇൻക്യുബേറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ ഒരു ഇൻക്യുബേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഇൻസുലേറ്റഡ് കണ്ടെയ്നർ ആണ് അല്ലെ, ഒരു ഹീറ്റഡ് ഇൻസുലേറ്റഡ് കണ്ടെയ്നർ ആണ്. അത് നമ്മുടെ ലബോറട്ടറീസിലൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് എന്തിനു വേണ്ടിയിട്ടാണ്? സെല്ലുകളെ കൾട്ടിവേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ പ്രിസർവ് ചെയ്യാനോ, സെല്ലുകൾ മാത്രമല്ല മൈക്രോബയോളജിക്കൽ കൾച്ചേഴ്സ് ഉണ്ടാവില്ലേ, ഇതിനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് കൾട്ടിവേറ്റ് ചെയ്യാനും പ്രിസർവ് ചെയ്യാനൊക്കെ ആയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഇൻസുലേറ്റഡ് കണ്ടെയ്നർ ആണ് ഈ പറയുന്ന ഇൻക്യുബേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിൽ നമുക്ക് ഒരു ഡേറ്റ ലോഗേഴ്സ് ഉണ്ടാകും, അതിൽ സെൻസേഴ്സുകൾ യൂസ് ചെയ്തിട്ടുണ്ടാകും. അത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞാൽ ആ ഒരു കാലിബ്രേഷൻ സമയത്ത് അതിന്റെ ടെമ്പറേച്ചറിനെ മോണിറ്റർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സെൻസേഴ്സ് നമ്മൾ ഡേറ്റ ലോഗേഴ്സിൽ വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ഇൻക്യുബേറ്റേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? സിംഗിൾ സെല്ലോ അല്ലെങ്കിൽ മൾട്ടി സെല്ലുലാർ ഓർഗാനിസത്തിനെയൊക്കെ കൾച്ചർ ചെയ്തതിന് വേണ്ടിയിട്ട്, കൾച്ചർ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഇൻക്യുബേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ മെയിൻ റോൾ എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എൻവയോൺമെന്റൽ ഫാക്ടേഴ്സുകൾ വരില്ലേ, എന്തൊക്കെ? ടെമ്പറേച്ചർ, അതുപോലെ തന്നെ ഹ്യൂമിഡിറ്റി, കാർബൺ ഡൈ ഓക്സൈഡ്, ഇതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്തിട്ട് ഒരു സേഫ് അല്ലെങ്കിൽ ഒരു റിലയബിൾ എൻവയോൺമെന്റ് നമുക്ക് എന്ത് ചെയ്യാനാണ്? ആ സെല്ലിനും ടിഷ്യൂവിനും പ്രൊവൈഡ് ചെയ്യാനാണ്. ആ ഒരു കൾച്ചർ ചെയ്യുമ്പോൾ വരുമ്പോൾ ഇതൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഇൻക്യുബേറ്റർ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ മൈക്രോ ഓർഗാനിസംസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇൻക്യുബേറ്റേഴ്സിൽ ഗ്രോൺ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും പല ഫീൽഡുകളിൽ. ചില എവിടെയൊക്കെയാണ്? ഫാർമസ്യൂട്ടിക്സിൽ, അഗ്രികൾച്ചറിൽ, എൻവയോൺമെന്റിൽ, ഫുഡ് ഇൻഡസ്ട്രി, മൈക്രോബയോളജിയിൽ, അങ്ങനെ പല പല ആപ്ലിക്കേഷൻസിൽ നമ്മൾ ഈ പറയുന്ന ഇൻക്യുബേറ്റർ നമ്മൾ വൈഡ് ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം നമുക്ക് എന്താണ്, ഇപ്പൊ പുറത്ത് വെച്ച് ഒരു അറ്റ്മോസ്ഫിയർ ആ ഒരു കണ്ടീഷനിൽ വെച്ച് നമുക്ക് പ്രോപ്പർ ആയിട്ട് അതിനെ ഗ്രോത്ത് ചെയ്തെടുക്കാനായിട്ട് സാധിക്കില്ല. കാരണം അതിന് അതിൻ്റെതായ പല ആവശ്യങ്ങൾ വരുന്നുണ്ട്. ഹ്യൂമിഡിറ്റി ഇത്രയാവാൻ പാടുള്ളൂ, ടെമ്പറേച്ചർ ഈ ഒരു ലെവലിൽ ഉണ്ടാകണം, അതുപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡ് ഒരു അളവിന് കൂടാൻ പാടില്ല. അങ്ങനെ പല പല റിക്വയർമെന്റ്സ് ഉണ്ടാകും ആ ഒരു കൾച്ചർ ഒന്ന്, അല്ലെങ്കിൽ ആ ഒരു സെല്ല്, മൾട്ടി സെല്ലോ അല്ലെങ്കിൽ സിംഗിൾ സെല്ലോ ഒന്ന് പ്രോപ്പർ ആയിട്ട് ഗ്രോത്ത് ആയി കിട്ടണമെങ്കിൽ. അപ്പൊ അതൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഹീറ്റഡ് ഇൻസുലേറ്റഡ് കണ്ടെയ്നറിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇൻക്യുബേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ പ്രിൻസിപ്പിൾ ഓഫ് ഇൻക്യുബേറ്റർ എന്താണെന്ന് നോക്കുകയാണെങ്കിൽ തെർമോ ഇലക്ട്രിസിറ്റി പ്രിൻസിപ്പിൾ, ഈ ഒരു തെർമോ ഇലക്ട്രിസിറ്റി പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തിട്ടാണ് ഇൻക്യുബേറ്റർ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ എന്താന്ന് പറഞ്ഞാൽ ഒരു തെർമോസ്റ്റാറ്റ് ഉണ്ടാകും. ഇൻക്യുബേറ്ററിൽ ഒരു തെർമോസ്റ്റാറ്റ് ഉണ്ട്. നമ്മൾ ആ ഒരു ബ്ലോക്ക് ഡയഗ്രം നോക്കുമ്പോൾ നമ്മൾ അത് നോക്കുന്നുണ്ട്. അത് എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ഒരു തെർമൽ ഗ്രേഡിയന്റ് പ്രൊഡ്യൂസ് ചെയ്യാണ്. ആ ഒരു ടെമ്പറേച്ചറിനെ കോൺസ്റ്റന്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു തെർമൽ ഗ്രേഡിയന്റ് പ്രൊവൈഡ് ചെയ്യുന്നത് ആരാണ്? ഈ ഒരു തെർമോസ്റ്റാറ്റ് ആണ്. ഓക്കെ, അപ്പൊ ഏതൊരു കണ്ടക്ടറും ഒരു വോൾട്ടേജ് പ്രൊഡ്യൂസ് ചെയ്യും. അതായത് ഒരു ഹീറ്റ് ഗ്രേഡിയന്റിലേക്ക് എത്തുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു കണ്ടക്ടർ എന്തെങ്കിലും ഒരു വോൾട്ടേജ് പ്രൊഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? തെർമോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഇൻക്യുബേറ്റർ ഹീറ്റ് ചെയ്യുന്നത് ഒരു പ്രീ ഡിഫൈൻ ടെമ്പറേച്ചർ ഉണ്ടാകും, ഒരു 37 ഡിഗ്രി അല്ലെങ്കിൽ ഒരു പ്രീ ഡിഫൈൻ ടെമ്പറേച്ചറിലേക്ക് നമ്മൾ അതിനെ ഹീറ്റ് ചെയ്തിട്ട് അത് നമ്മൾ എങ്ങനെയാണ് ആ ഒരു പവർ സപ്ലൈ കൊടുക്കുക, അതായത് ഒരു പവർ കൊടുക്കണം. ആ സർക്യൂട്ടിലേക്ക് നമ്മൾ പവർ കൊടുത്തിട്ട് അതിനെ ഒരു പ്രീ ഡിഫൈൻ ടെമ്പറേച്ചറിലേക്ക് ഹീറ്റ് ചെയ്യുകയാണ്. ഓക്കെ, ഇതിന്റെ കോമ്പാക്ടിബിലിറ്റി, അതുപോലെ തന്നെ ഒരു എഫിഷ്യന്റ് പെർഫോമൻസ് ഓഫ് ദ ടെമ്പറേച്ചർ സെൻസർ, പിന്നെ ടെമ്പറേച്ചർ കൺട്രോളർ, ടെമ്പറേച്ചർ കോൺടാക്ടർ, ഇതൊക്കെ എന്ന് പറയുന്നത് എന്താണ്? ഈ ഒരു ടെമ്പറേച്ചറിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഘടകങ്ങളാണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ പ്രിൻസിപ്പിൾ ഓഫ് ഇൻക്യുബേറ്റർ എന്താണെന്ന് ചോദിച്ചാൽ തെർമോ ഇലക്ട്രിസിറ്റി ആണ് വരുന്നത്, തെർമോ ഇലക്ട്രിക് എഫക്റ്റ് ആണ്. അപ്പൊ ഒരു സ്വിച്ച് നമ്മൾ ടേൺ ഓഫ് ചെയ്യുമ്പോൾ അതിന്റെ ഉള്ളിലേക്ക് കറന്റ് എൻ്റർ ആവുകയും അത് എനർജൈസ് ആവുകയാണ് ചെയ്യുന്നത് ആ ഒരു കോൺടാക്ടേഴ്സിന് അല്ലെ. അതെന്ത് ചെയ്യുന്നുണ്ട്? ബൾബുകളെ പവർ ചെയ്താണ്. ആ ബൾബ് ടേൺ ഓൺ ആവുകയാണ് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു ഹീറ്റിംഗ് എലമെന്റ് ആയിട്ട് ആ ഒരു ബൾബ് ആക്ട് ചെയ്യുകയാണ്. ഇവിടെ നമുക്കൊരു ഹോട്ട് എയർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് ആ ഒരു എൻറ്റയർ സിസ്റ്റത്തിലേക്ക്. എന്തിനാണ്? ആ ഒരു ഹോട്ട് എയർ കൊടുക്കുന്നതിനനുസരിച്ച് നമ്മളൊരു ഫാൻ യൂസ് ചെയ്യുന്നുണ്ട്. അതൊരു ടെമ്പറേച്ചറിനെ ഇതായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ, ഇപ്പൊ സിസ്റ്റം ടെമ്പറേച്ചർ നമുക്ക് ആ ഒരു ഡിസൈർഡ് ലെവലിലേക്ക് റീച്ച് ആയിട്ടുണ്ടെങ്കിൽ ഒരു ഡിജിറ്റൽ ടെമ്പറേച്ചർ കൺട്രോളർ നമുക്ക് ഉണ്ട്. അതെന്ത് ചെയ്യുന്നുണ്ട്? ഒരു ഇലക്ട്രിക്കൽ സിഗ്നലിന് ഒരു കോൺടാക്ടറിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് ആ ഒരു ലെവലിലേക്ക് നമ്മൾ എത്തി എന്നുള്ളൊരു എനർജി അല്ലെങ്കിൽ ഒരു ഇൻഡിക്കേഷൻ കൊടുക്കുകയാണ്. അതെന്ത് ചെയ്യും? ആ ഒരു സമയത്ത് നമുക്കൊരു ഇൻഡിക്കേഷൻ വരുന്ന സമയത്ത് അത് ഡീ എനർജൈസ് ആവുകയും അത് എന്ത് ചെയ്യുന്നുണ്ട്? ആ ഹീറ്റേഴ്സിനെ ടേൺ ഓഫ് ആക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ എന്ത് ചെയ്യും? അപ്പൊ നമുക്ക് വീണ്ടും ആ ഒരു നോർമൽ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും. വൺസ് ദ ടെമ്പറേച്ചർ വീണ്ടും ലോ ആയിട്ടുണ്ടെങ്കിൽ എഗെയിൻ എനർജൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതേപോലെ ഈ കോൺടാക്ടർ എന്ത് ചെയ്യുന്നതാണ്? റീചാർജ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു സിസ്റ്റത്തിനെ വീണ്ടും ടേൺ ഓൺ ആക്കുകയാണ്. ഇപ്പൊ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഒരു ഡിസൈർഡ് ലെവലിനേക്കാൾ, ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഡിസൈർഡ് ലെവലിനേക്കാൾ ലോ ആവുകയാണെങ്കിൽ വീണ്ടും ഈ പറഞ്ഞ റീചാർജ് ചെയ്ത് കോൺടാക്ടർ റീചാർജ് ചെയ്ത് നമുക്ക് ആ ഒരു ലെവലിൽ ഹൈ ലെവലിലേക്ക് നമുക്ക് എത്തിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, ഇതാണ് ആ ഒരു ഇൻക്യുബേറ്ററിന്റെ മെയിൻ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്.
ഇനി നമുക്ക് ഇതിന്റെ ഡിഫറെന്റ് പാർട്സുകൾ അല്ലെങ്കിൽ കോമ്പണൻസുകൾ നോക്കാം. അപ്പൊ ഇതാണ് നമുക്കൊരു ഇൻക്യുബേറ്ററിന്റെ ആ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. നമുക്കൊരു ഔട്ട്സൈഡ് ഡോർ ഉണ്ട്, ഒരു ഇൻസൈഡ് ഡോർ അല്ലെങ്കിൽ ഒരു ഇന്നർ ഡോർ ഉണ്ട്. ഇവിടെ ആയിട്ട് നമുക്ക് asbestos ഡോർ ഗാസ്കറ്റ് എന്ന് പറഞ്ഞു വരുന്നുണ്ട്. ഇവിടെ നമുക്കൊരു മെയിൻ സ്വിച്ച്, ഒരു ഹീറ്റിംഗ് സ്വിച്ച്, പവർ ഇൻഡിക്കേറ്റർ, ദെൻ ഒരു ടെമ്പറേച്ചർ റെഗുലേറ്റർ വരുന്നുണ്ട്, ഒരു പെർഫോറേറ്റഡ് ട്രേ വരുന്നുണ്ട്. ഇത് രണ്ടും പെർഫോറേറ്റഡ് ട്രേ ആണ്. എയർ സർക്കുലേറ്റിംഗ് ഫാൻ, നമ്മൾ പറഞ്ഞു ആ ഒരു ഫാൻ ആണ് നമുക്ക് ഒരു എയറിനെ സർക്കുലേറ്റ് ചെയ്യിക്കുന്നതിനായിട്ട് വേണ്ടിയുള്ളതാണ് എയർ സർക്കുലേറ്റഡ് ഫാൻ വരുന്നുണ്ട്. പിന്നെ ഒരു ഡബിൾ വാൾഡ് ഇൻസുലേറ്റഡ് ചാമ്പർ, അതാണ് ഈ ഒരു ഡബിൾ വാൾഡ് ഇൻസുലേറ്റഡ് ചാമ്പർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഇസ് ദ തെർമോമീറ്റർ. നോക്കൂ, ഇവിടെയാണ് നമ്മൾ തെർമോമീറ്റർ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ ഓരോ പാർട്ടിന്റെയും വർക്കിംഗ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് തന്നെ നമുക്കൊരു ക്യാബിനറ്റ് വരുന്നുണ്ട്. അതായത് ആ ഒരു ഇൻക്യുബേറ്ററിന്റെ ഒരു ബേസിക് ബോഡിയാണ് ക്യാബിനറ്റ് എന്ന് പറയുന്നത്. അത് നമുക്കൊരു ഡബിൾ വാൾഡ് ക്യൂബിക് കണ്ടെയ്നർ ആണ്. ഏകദേശം നമുക്കൊരു 20 മുതൽ 800 ലിറ്റർ വരെ നമുക്ക് ക്യാപ്പബിൾ ആണ് ആ ഒരു സ്പേസ് എന്ന് പറയുന്നത്. ഇതിന്റെ ഔട്ടർ വാൾ എങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞെങ്കിൽ ഒരു ഔട്ട് ഓഫ് സ്റ്റെയിൻലെസ് സ്റ്റീൽ ഷീറ്റ് വെച്ചിട്ടായിരിക്കും. ഇൻസൈഡ് വാൾ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് അലുമിനിയം യൂസ് ചെയ്തിട്ടാണ്. ഓക്കെ, ഔട്ട്സൈഡ് വാൾ എന്ന് പറയുന്നത് എങ്ങനെയാണ്? സ്റ്റെയിൻലെസ് സ്റ്റീലും, ഇൻസൈഡ് വാൾ എന്ന് പറയുന്നത് അലുമിനിയം യൂസ് ചെയ്തിട്ടാണ്. ഇൻസൈഡ് വാൾ ഓഫ് ദ ഇൻക്യുബേറ്റർ എന്ന് പറയുന്നത് ഒരു ഇൻവേർഡ് എക്സ്റ്റൻഷൻ ആണ് നമുക്ക് വരുന്നത്. അതായത് ആ ഒരു ഷെൽഫിനെ ഹോൾഡ് ചെയ്ത രീതിയിലുള്ള ഒരു ഇൻവേർഡ് എക്സ്റ്റൻഷൻസ് ആണ് നമുക്ക് വരുന്നത്. ആ ഒരു സ്പേസ് വരുന്നുണ്ട്, രണ്ട് വാളുകൾക്ക് ബിറ്റ്വീൻ ആയിട്ട് ഒരു സ്പേസ് വരുന്നുണ്ട്. അവിടെ നമ്മൾ ഒരു ഗ്ലാസ് വൂൾ, ഒരു ഇൻസുലേഷൻ ആയിട്ട് നമ്മൾ അത് ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഈ ഒരു ഇൻസുലേഷൻ എൻഷുർ ചെയ്യുന്നത് എന്താണ്? ഒരു സ്മൂത്ത് ഓപ്പറേഷന് വേണ്ടിയിട്ടാണ് അല്ലെ. ഹീറ്റ് ലോസോ അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി കൺസംഷനെ റെഡ്യൂസ് ചെയ്യാനൊക്കെ ആയിട്ടുള്ള ഒരു സ്മൂത്ത് ഓപ്പറേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ അവിടെ ഒരു ഇൻസുലേഷൻ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അടുത്തതാണ് ഡോർ എന്ന് പറയുന്നത്. ഡോർ നമ്മൾ നോക്കിയതാണ് അല്ലെ. ആ ഡോർ എന്ന് പറയുന്നത് എന്താണ്? അത് സീൽ ചെയ്തിരിക്കുകയാണ്. ആ ഒരു ഇൻസുലേറ്റഡ് ക്യാബിനറ്റിലേക്ക് നമ്മൾ സീൽ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതിൻ്റെതായ പല ഫീച്ചേഴ്സ് വരുന്നുണ്ട്. ഡോർ എന്ന് പറയുന്നത് അതിലേക്ക് ഇൻസുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇത് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ഗ്ലാസ് പെയിനുമായിട്ട് ഇൻകോർപ്പറേറ്റ് ചെയ്തിരിക്കുകയാണ്. അത് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു വിഷ്വൽ ഇൻസ്പെക്ഷൻ നമുക്ക് പ്രൊവൈഡ് ചെയ്യുകയാണ്. ഒരു ഗ്ലാസ് റോഡാണ്, നമുക്ക് ലൈവായിട്ട് കാണുന്ന രീതിയിലാണ് ഇത് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അതേപോലെ തന്നെ അവിടെ നമുക്കൊരു ഡോർസിന്റെ ഒരു എക്സ്റ്റീരിയർ വരുന്നുണ്ട്. ആ ഒരു ഡോർ മാനുവലിംഗ് വെച്ച് നമുക്കൊരു ഡോർ എക്സ്റ്റീരിയർ നമുക്ക് അവിടെ വരുന്നുണ്ട്. അടുത്തതാണ് കൺട്രോൾ പാനൽ എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു ഔട്ടർ വാൾ, ഇൻക്യുബേറ്ററിന്റെ ഔട്ടർ വാളില് ഒരു കൺട്രോൾ പാനലുമായിട്ട് കവർ ചെയ്തിരിക്കുകയാണ്. അവിടെ നമുക്ക് പല സ്വിച്ചസുകൾ വരുന്നുണ്ട്, ഇൻഡിക്കേറ്റേഴ്സ് വരുന്നുണ്ട്. നമ്മൾ നോക്കിയിരുന്നു, മെയിൻ സ്വിച്ച്, പിന്നെ പവർ ഇൻഡിക്കേറ്റർ, അങ്ങനെ പലതും നമ്മൾ കണ്ടിരുന്നു അല്ലെ. അതൊക്കെ എന്ത് ചെയ്യണം? ആ ഒരു ഇൻക്യുബേറ്റേഴ്സ് പാരാമീറ്റേഴ്സിനെ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പാനലാണ് ആ കൺട്രോൾ പാനൽ എന്ന് പറയുന്നത്. അപ്പൊ ഈ കൺട്രോൾ പാനലിൽ ഉണ്ടാവുന്ന ആ ഒരു സ്വിച്ചസ് നമ്മൾ എങ്ങനെയാണ് ആ ഒരു ഡിവൈസിന്റെ ഓപ്പറേറ്റ്സ് ഡിവൈസസ് തെർമോസ്റ്റാറ്റ് വെച്ചിട്ടാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അടുത്താണ് ആസ്ബെസ്റ്റോസ് ഡോർ ഗാസ്കറ്റ്. നമ്മൾ കണ്ടിരുന്നു അല്ലെ. ആ ഒരു രണ്ട് ഗ്യാപ്പാണ്, ആ രണ്ട് ഡോറുകളുടെ ഗ്യാപ്പിൽ വരുന്നതാണ്. ആ ഒരു ആസ്ബെസ്റ്റോസ് ഡോർ ഗാസ്കറ്റ് എന്ന് പറയുന്നത് ഒരു നിയർലി ഒരു എയർ ടൈറ്റ് ബാരിയർ ആയിട്ട് ഫോം ആവുകയാണ്. ആ ഒരു ഡോറും ക്യാബിനറ്റും ബിറ്റ്വീൻ ആയിട്ട് ഒരു എയർ ടൈറ്റ് ബാരിയർ ആയിട്ട് ആക്ട് ചെയ്യുകയാണ്. ഈ സീൽ എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ആ ഒരു ക്യാബിനറ്റ് ഡാമേജ് ആകാതെ പ്രൊട്ടക്ട് ചെയ്യുകയാണ് ഈ ഒരു ആസ്ബെസ്റ്റോസ് ഡോർ ഗാസ്കറ്റ് എന്ന് പറയുന്നത്. ഇത് എന്ത് ചെയ്യുന്നുണ്ട്? പുറത്തുനിന്ന് വരുന്ന കാറ്റിനെ അല്ലെങ്കിൽ ആ ഒരു എയറിനെ ഉള്ളിലേക്ക് കടത്തിവിടാതെ, ക്യാബിനറ്റിലേക്ക് കടത്തിവിടാതെ പ്രൊട്ടക്ട് ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഒരു എൻക്ലോസ്ഡ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യണം, ഒരു എൻക്ലോസ്ഡ് കവറിംഗ് പ്രൊവൈഡ് ചെയ്യാണ്. ആ ഒരു ഹോട്ട് അറ്റ്മോസ്ഫിയർ പെട്ടെന്ന് തന്നെ നമുക്ക് ഒരു എൻവയോൺമെന്റൽ വേരിയബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അത് പെട്ടെന്ന് ഉള്ളിലേക്ക് അഫക്ട് ചെയ്യും അല്ലെ. അതിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യുകയാണ് ഈ ഒരു ആസ്ബെസ്റ്റോസ് ഡോർ ഗാസ്കറ്റ് എന്ന് പറയുന്നത്. അടുത്തതാണ് പെർഫറേറ്റഡ് ഷെൽഫ് എന്നുള്ളത് അല്ലെ. നമ്മൾ കണ്ടു, രണ്ട് ഷെൽഫ്സുകൾ കണ്ടു, പെർഫറേറ്റഡ് ഷെൽഫ് എന്ന് പറയുന്നത്. അതെങ്ങനെയാണെന്നാൽ ആ ഒരു ഇന്റേണൽ വാളിൽ നമുക്ക് ചില ഷെൽഫ്സുകൾ കണക്ട് ചെയ്തിട്ടുണ്ടാവും. അവിടെയാണ് നമ്മൾ ഈ ഒരു കൾച്ചർ മീഡിയ ക്യാരി ചെയ്തിരിക്കുന്ന പ്ലേറ്റുകളെ പ്ലേസ് ചെയ്യുന്നത്. ഓക്കെ, ചില ഇൻക്യുബേറ്റേഴ്സിൽ നമുക്ക് ഷെൽഫ്സ് അത് റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കും, പ്രോപ്പർ ആയിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാനും ഇതിനൊക്കെ ആയിട്ട് നമുക്ക് സാധിക്കും. ചിലതിൽ നമുക്കത് ഫിക്സഡ് ആയിരിക്കും, അതിന്റെ ഉള്ളിൽ തന്നെ വെച്ച് ക്ലീൻ ചെയ്യേണ്ടി വരും. ഇവിടെ നമുക്ക് ഹോട്ട് എയർ നമുക്ക് ഫ്രീ ആയിട്ട് ഇതിലൂടെ സർക്കുലേറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് എന്ത് ചെയ്യാൻ പറ്റും? ആ ഒരു ഷെൽഫ്സിനെ പെർഫറേഷൻസ് ക്ലിയർ ആക്കുന്നതിനും ആ ഒരു ക്ലീൻനെസ്സിന് വേണ്ടിയിട്ട് നമുക്കത് സാധിക്കുന്നുണ്ട്. ഓക്കെ, അടുത്തത് തെർമോസ്റ്റാറ്റ് ആണ്. അപ്പൊ നമുക്കൊരു തെർമോസ്റ്റാറ്റ് റെഗുലേറ്റ് ചെയ്യാണ്. എന്തിന്? ആ ഒരു ഇൻക്യുബേറ്ററിൽ ഉണ്ടാകുന്ന ടെമ്പറേച്ചറിനെ റെഗുലേറ്റ് ചെയ്യാണ് തെർമോസ്റ്റാറ്റ് എന്ന് പറയുന്നത്. ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഒരു സെറ്റ് ഓഫ് ടെമ്പറേച്ചറിലാണ്. അതായത് ഓൾറെഡി നമ്മൾ ആ ഒരു തെർമോസ്റ്റാറ്റിന്റെ ഒരു ടെമ്പറേച്ചർ റീച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്താകും? ടെമ്പറേച്ചർ വീണ്ടും നമുക്കത് ചേഞ്ച് ആകും അല്ലെ. നമുക്ക് വീണ്ടും നമ്മൾ ആ ഒരു പർട്ടിക്കുലർ ഡിസൈർഡ് ലെവലിലേക്ക് നമ്മൾ എത്തുകയാണ് ചെയ്യുന്നത്. അടുത്തത് ഒരു എൽ ഷേപ്ഡ് തെർമോമീറ്റർ ഉണ്ട്. ആ ഒരു ഔട്ടർ വാൾ ഓഫ് ദ ഇൻക്യുബേറ്ററിൽ നമുക്കൊരു തെർമോമീറ്റർ മൗണ്ട് ചെയ്ത സ്ഥലത്തായിട്ട് നമുക്കൊരു എൽ ഷേപ്ഡ് തെർമോമീറ്റർ ഉണ്ടാകും. ഇതിന്റെ ഒരു വൺ എൻഡ് ഓഫ് ദ ഗ്രേഡേഷൻ എന്ന് പറയുന്നത് നമ്മൾ തെർമോമീറ്ററിലേക്ക് കണക്ട് ചെയ്തിരിക്കുകയായിരിക്കും. ഔട്ട്സൈഡ് ഓഫ് ദ ഇൻക്യുബേറ്റർ എന്ന് പറയുന്നത് നമ്മളൊരു സിമ്പിൾ ആ ഒരു ടെമ്പറേച്ചർ ഈസി ആയിട്ട് നമുക്ക് റീഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു എൽ ഷേപ്പ് തെർമോമീറ്റർ നമ്മളവിടെ കണക്ട് ചെയ്തിരിക്കുന്നത്. ടെമ്പറേച്ചർ എത്രയാണെന്നുള്ളത് റീഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ,
പിന്നെ നമുക്കൊരു HEPA ഫിൽറ്റേഴ്സ് വരുന്നുണ്ട്. ഓക്കെ, ചില ഇൻക്യുബേറ്റേഴ്സിൽ ഒരു HEPA ഫിൽറ്റേഴ്സ് വരുന്നുണ്ട്. അതായത് നമുക്ക് എന്തിനാന്ന് പറഞ്ഞാൽ ഒരു കണ്ടാമിനേഷൻ, എയർ ഫ്ലോയിൽ നിന്നൊരു കണ്ടാമിനേഷൻ ചാൻസസ് വരുന്നുണ്ട്. അതിനെ ഒന്ന് പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഒരു ക്ലോസ്ഡ് ലൂപ്പ് സിസ്റ്റം എന്ന് പറയുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു എയർ പമ്പ് വരികയാണ് ആ ഒരു ഫിൽറ്റേഴ്സിന് വെച്ചിട്ട്. അത് പൊല്യൂഷൻ വരുന്നതിന് കാരണമാകുന്നുണ്ട്. അപ്പോൾ അതിനെ ഒന്ന് പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമുക്ക് ഈ ഒരു ഫിൽറ്റേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അടുത്ത നമുക്ക് ഹ്യൂമിഡിറ്റി ആൻഡ് ഗ്യാസ് കൺട്രോളർ ആണ്. പേരിൽ നിന്ന് തന്നെ നമുക്ക് അറിയാം അല്ലെ, ഒരു കൺട്രോളിംഗ് ആണ്. ഒരു വാട്ടർ റിസർവേഴ്സ് നമ്മൾ ആ ഒരു ചാമ്പറിന്റെ ആ ഒരു CO2 ഇൻക്യുബേറ്റേഴ്സിന്റെ ചാമ്പറിന്റെ താഴെയായിട്ട് നമ്മൾ ഒരു വാട്ടർ റിസർവർ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ വാട്ടർ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു റിലേറ്റീവ് ഹ്യൂമിഡിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടി ഇവോപ്പറേറ്റ് ആയിക്കൊണ്ടേ ഇരിക്കുന്നുണ്ടാകും ആ ഒരു ചാമ്പറിന്റെ ഉള്ളിൽ. അതേപോലെ തന്നെ ഗ്യാസ് ചാമ്പേഴ്സും യൂസ് ചെയ്യുന്നുണ്ട്. ഒരു പ്രോപ്പർ ആയിട്ട് ഒരു കാർബൺ ഡൈ ഓക്സൈഡ് കോൺസെൻട്രേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഹ്യൂമിഡിറ്റി ഗ്യാസ് കൺട്രോളർ എന്ന് പറഞ്ഞാൽ ആ ഒരു ഗ്യാസും ഹ്യൂമിഡിറ്റിയും കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ, അടുത്ത നമുക്ക് ഇതിന്റെ ഡിഫറെന്റ് ടൈപ്സുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് കൂൾഡ് അല്ലെങ്കിൽ റെഫ്രിജറേറ്റഡ് ഇൻക്യുബേറ്റർ ആണ്. അപ്പോൾ ഒരു ഇന്റേണൽ റെഫ്രിജറേഷൻ സിസ്റ്റം നമുക്ക് ഒരു ഇൻക്യുബേറ്ററിൽ ഉള്ളിൽ അവൈലബിൾ ആണെങ്കിൽ നമുക്ക് അതിന് എന്തെന്ന് പറയാം, റെഫ്രിജറേറ്റഡ് ഇൻക്യുബേറ്റർ എന്ന് പറയാം അല്ലെ. അപ്പോൾ ഇവിടുത്തെ ടെമ്പറേച്ചേഴ്സ് എന്ന് പറയുന്നത് ഔട്ട്സൈഡ് എയറിനേക്കാൾ ലോ ആയിട്ടാണ് നമ്മൾ ടെമ്പറേച്ചർ പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലെ. റെഫ്രിജറേഷൻ എന്ന് പറഞ്ഞാൽ തന്നെ അതന്നെയാണല്ലോ. അപ്പോൾ എയർ സർക്കുലേഷൻ ഫാൻസ് എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ആ ഒരു ഇൻക്യുബേറ്റേഴ്സിനെ കൂൾ ആക്കിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ആ ഒരു സപ്ലൈ ചാമ്പർ വെച്ച് ഫ്രഷ് എയർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നതിനനുസരിച്ച്. ഓക്കെ, അപ്പോൾ നമുക്ക് അക്യുറേറ്റ് ആയിട്ടുള്ള ഒരു ടെമ്പറേച്ചർ കൺട്രോളർ നമുക്ക് അതിനുള്ളിൽ പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. നമ്മളിതിൽ ഫീച്ചേഴ്സ് ആയിട്ട് നമുക്ക് സെൻസേഴ്സുകളൊക്കെ നമ്മൾ ഉണ്ടാകും ആ ഒരു ടെമ്പറേച്ചർ മോണിറ്റർ ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ട്. അടുത്ത ടൈപ്പാണ് ഷേക്കിംഗ് ഇൻക്യുബേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഷേക്കിംഗ് പ്രോസസ് എന്ന് പറയുന്നത് ഒരു ഇന്റഗ്രേറ്റ് ഓക്സിജൻ ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് ന്യൂട്രിയൻസ് യൂണിഫോംലി, അതിന് വേണ്ടിയിട്ടാണ് ഒരു കൾച്ചർ മീഡിയയിലേക്ക് ഒരു ബെസ്റ്റ് കണ്ടീഷൻ, അതിന്റെ സെൽ ഗ്രോത്ത് പ്രോപ്പർ ആയിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഓക്സിജന്റെ അളവിൽ ഇന്റഗ്രേഷൻസ് കൊടുക്കുന്നതിനും അതുപോലെ തന്നെ ന്യൂട്രിയൻസ് യൂണിഫോം ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ഇൻക്യുബേറ്റർ ആണ് ഷേക്കിംഗ് പ്രോസസ് അല്ലെങ്കിൽ ഷേക്കിംഗ് ഇൻക്യുബേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത് ഷെയ്ക്ക് ചെയ്യുന്നതിനനുസരിച്ച് എന്താണ്, ഈ ആക്ടിവിറ്റീസുകളൊക്കെ കമ്പൈൻഡ് ആകുകയും കൂടുതൽ പ്രാക്ടിക്കൽ അല്ലെങ്കിൽ ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സെറ്റപ്പ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ എന്തെങ്കിലും ഒരു സെൽ ഗ്രോത്ത്, എന്തെങ്കിലും ബാക്ടീരിയൽ കൾച്ചേഴ്സോ ടിഷ്യൂ കൾച്ചേഴ്സോ ഈസ്റ്റോ അങ്ങനെ എന്തെങ്കിലും വരികയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഇൻക്യുബേറ്റർ ഷേക്കർ യൂസ് ചെയ്തിട്ട് നമുക്കത് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അടുത്തൊരു ടൈപ്പാണ് പോർട്ടബിൾ ഇൻക്യുബേറ്റർ എന്ന് പറയുന്നത്. അപ്പൊ ഈ മൈക്രോബയോളജിക്കൽ ടെസ്റ്റിംഗ് ഒക്കെ വരില്ലേ, ചില റിമോട്ട് ലൊക്കേഷൻസിലൊക്കെ വരില്ലേ, അപ്പൊ നമുക്കറിയാം അവിടെ ഒരു പോർട്ടബിൾ ആയിട്ട് നമുക്ക് ഈ ഒരു ഇൻക്യുബേറ്ററും കൊണ്ട് എടുക്കാനായിട്ട് പറ്റും. അതായത് സാമ്പിൾ നമുക്ക് എടുത്ത് അത് ഇവിടെ കൊണ്ടുവരുമ്പോഴത്തേക്കും അതിന്റെ ചിലപ്പോൾ ആ ഒരു ലൈഫ് സ്പാൻ ഇല്ലാണ്ടായി പോകുന്നുണ്ടാകും. ആ ഒരു കേസസിലാണ് നമ്മൾ ഈ ഒരു പോർട്ടബിൾ ഇൻക്യുബേറ്റേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്നത്. അടുത്തത് ബെഞ്ച് ടോപ്പ് ഇൻക്യുബേറ്റർ ആണ്. അപ്പൊ ടെമ്പറേച്ചർ നമുക്ക് ഒരു സറൗണ്ടിങ് എയറിനനുസരിച്ച് ഏകദേശം 100°C ആണ് നമുക്ക് വരുന്നതെങ്കിൽ, അപ്പൊ ഈ ഒരു മെജോറിറ്റി ഓഫ് ദിസ് ഇൻക്യുബേറ്റേഴ്സിൽ നമുക്ക് അലാറംസ് വരുന്നുണ്ട്, ഗ്ലാസ് ഡോറുകളാണ്. അപ്പൊ ഇവിടെയൊക്കെ എങ്ങനെയാണ് നമുക്ക് ആ ഒരു ടെമ്പറേച്ചറിനെ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കിയിട്ട് അതിനെ അഡ്ജസ്റ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അതാണ് ബെഞ്ച് ടോപ്പ് ഇൻക്യുബേറ്റർ എന്ന് പറയുന്നത്. അടുത്തത് കാർബൺ ഡൈ ഓക്സൈഡ് ഇൻക്യുബേറ്റർ ആണ്. അപ്പൊ ലൈഫ് സയൻസിൽ ലാബ്, എയർ ടൈറ്റ്, ക്ലൈമറ്റ് കൺട്രോൾഡ് CO2 ഇൻക്യുബേറ്റേഴ്സ് ഒക്കെ നമുക്ക് ഈ പറയുന്ന ബയോളജിക്കൽ സെൽ കൾച്ചേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത് അല്ലെ. അപ്പോൾ ഇവയൊക്കെ എങ്ങനെയാന്ന് പറഞ്ഞാൽ ഹ്യൂമൻ ബോഡിയുടെ ഉള്ളിൽ തന്നെ നമുക്ക് ആ ഒരു ടെമ്പറേച്ചർ ആ ഒരു ഇതിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു CO2 ഇൻക്യുബേറ്റർ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അടുത്തതാണ് BOD ഇൻക്യുബേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇതെന്ന് പറഞ്ഞാൽ വളരെ ലോ ടെമ്പറേച്ചർ ഇൻക്യുബേറ്റേഴ്സ് ആണ്. കാരണം ഈസ്റ്റ്, മോൾസ് ഇതിനൊക്കെ ലോ ടെമ്പറേച്ചർ ആണ് ഗ്രോത്തിന് വേണ്ടി വരുന്നത്. ഇതിന്റെ ഒരു പേര് എന്ന് പറഞ്ഞാൽ ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ് ഇൻക്യുബേറ്റേഴ്സ് എന്നാണ്. അതായത് ലോ 20 to 25°C ആണ് ഈ പറയുന്ന ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡിന് വരുന്ന ആ ഒരു ടെമ്പറേച്ചർ റേഞ്ച് എന്ന് പറയുന്നത്. അടുത്തത് ലൈറ്റ് ഇൻക്യുബേറ്റർ ആണ് അല്ലെ. ആ ഒരു മെയിൻ പർപ്പസ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഗ്രോത്ത് കണ്ടീഷൻ, സീഡ്, പ്ലാന്റ് അതിനൊക്കെ നമുക്ക് എന്താണ് ലൈറ്റിന്റെ ആവശ്യം വരുന്നുണ്ട് അല്ലെ. ആ ഒരു ഫോട്ടോ സ്റ്റെബിലിറ്റി ടെസ്റ്റിംഗ്, നമുക്ക് മെറ്റീരിയൽസ്, ഫുഡ്, മെഡിസിൻ ഇതിനൊക്കെ വേണ്ടത് നമുക്ക് ഒരു ലൈറ്റ് ഇൻക്യുബേറ്റർ ആണ് നമുക്ക് ആവശ്യം വരുന്നത്. ആ ഒരു കേസസിലാണ് നമ്മൾ ലൈറ്റ് ഇൻക്യുബേറ്റർ യൂസ് ചെയ്യുന്നത്. അടുത്തത് അനൈറോബിക് ഇൻക്യുബേറ്റർ വരുന്നുണ്ട് അല്ലെ. അതായത് നമ്മുടെ ഒരു ബാക്ടീരിയൽ അറ്റ്മോസ്ഫിയറിൽ വരുന്ന ആ ഒരു അറ്റ്മോസ്ഫിയർ ഡെവോയ്ഡ് ഓഫ് ഓക്സിജൻ ആ ഒരു കേസസിലൊക്കെയാണ് നമുക്ക് ഈ പറയുന്ന അനൈറോബിക് ഇൻക്യുബേറ്റേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതായത് മോസ്റ്റ് ചാലഞ്ചിങ് അനൈറോബിക് ഓർഗാനിസം എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ അതിന്റെ ഗ്രോത്ത്, അതിലെന്തെങ്കിലും അനൈറോബിക് ഓർഗാനിസംസ് വരികയാണെങ്കിൽ അതിനെയൊക്കെ നമുക്ക് റിമൂവ് ചെയ്യാനും അങ്ങനെയുള്ള കേസസിലാണ് നമ്മൾ ഈ ഒരു ടൈപ്പ് യൂസ് ചെയ്യുന്നത്. പിന്നെ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആൻഡ് ഹ്യൂമിഡിറ്റി ഇൻക്യുബേറ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ് ആ ഒരു ടെമ്പറേച്ചറും ഹ്യൂമിഡിറ്റി നമ്മൾ കോൺസ്റ്റന്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് യൂസ് ചെയ്യുന്നതാണ് ഈ ഒരു ടൈപ്പ് ഓഫ് ഇൻക്യുബേറ്റർ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഇതിന്റെ ഡിസൈനും അതിന് ബേസ് ചെയ്തിട്ട് നമുക്ക് അനലോഗ് ഇൻക്യുബേറ്ററും ഉണ്ട്, ഡിജിറ്റലും ഉണ്ട് അല്ലെ. അനലോഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു അനലോഗ് 1 ടൈപ്പ് ആണ് വരുന്നത്. ഇതൊരു ഇൻഎക്സ്പെൻസീവ് ആണ്, സിമ്പിൾ ടു യൂസ് ആണ്. ഇതിന്റെ പ്രിസിഷൻസ് എന്ന് പറയുന്നത്
പറയുന്നത് എങ്ങനെയായിരിക്കും, നമ്മളൊരു ഡിജിറ്റലുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്കറിയാം അനലോഗ് എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി ലോ ആണ് വരുന്നത്. ഇവിടെ നമുക്ക് ഡിസ്പ്ലേ ബോർഡുകളോ അങ്ങനത്തെ ഒന്നും തന്നെ ഉണ്ടാവില്ല. ഡിജിറ്റൽ എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ് ഒരു ഡിസ്പ്ലേ ബോർഡ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈസി ടു യൂസും ആണ്, പക്ഷെ എക്സ്പെൻസീവ് ആണ്. ഓക്കെ, അപ്പൊ ഇതിന്റെ ആപ്ലിക്കേഷൻസ് നോക്കാം. നമുക്ക് പല സുവോളജിക്കൽ എന്തിനു വേണ്ടിയിട്ട് ടു ഹാച്ച് എഗ്സ്, ബ്രീഡ് ഇൻസെക്ട്സ്, അതുപോലെ തന്നെ ഫുഡ് അനാലിസിസ്, ബയോകെമിക്കൽ, ഹെമറ്റോളജിക്കൽ ലാബ്, അതുപോലെ തന്നെ നമുക്ക് വരുന്ന പല എൻവയോൺമെന്റൽ സാമ്പിളുകൾ സ്റ്റോർ ചെയ്ത് വെക്കാൻ, അങ്ങനെ ഒരുപാട് ആപ്ലിക്കേഷൻസ് ആണ് ഈ ഒരു ഇൻക്യുബേറ്റേഴ്സ് എന്ന് പറഞ്ഞ ഒരു ഇതിന് വരുന്നത്. ഇനി ഇതിന്റെ അഡ്വാൻറ്റേജുകൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ലെസ് എനർജി മതി, ലോവർ കോസ്റ്റ് ആയിരിക്കും കമ്പാരിറ്റീവ്ലി. പല കേസുകൾ നോക്കുമ്പോൾ സേവിങ്സ് കൂടുതലായിട്ട് നമുക്ക് കിട്ടും. അതുപോലെ തന്നെ പല ടൈപ്പ് ഓഫ് കൾച്ചറുകൾ നമുക്ക് സ്റ്റോർ ചെയ്യാനും പാരാമീറ്റേഴ്സിനൊക്കെ മോഡിഫൈ ചെയ്തെടുക്കാനും സാധിക്കും. പല എക്സ്പെരിമെന്റുകൾ പെർഫോം ചെയ്യാനായിട്ട് സാധിക്കും അല്ലെ. ലിമിറ്റേഷൻസ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഇൻക്യുബേറ്റർ നമുക്ക് പല സ്പേസുകളിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാത്ത കേസുകൾ വരുന്നുണ്ട് അല്ലെ. ചിലപ്പോൾ എന്തെങ്കിലും നമ്മളൊരു യൂസ് ചെയ്യാൻ പറ്റാത്ത ഒരു അറ്റ്മോസ്ഫിയറിക് സിറ്റുവേഷൻ ആണെങ്കിൽ ആ ഒരു അതിനുള്ള കൾച്ചർ ഡാമേജ് ആയി പോകുന്നതിന് കാരണമാകും. പിന്നെ നമ്മളത് പ്രോപ്പർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം അല്ലെ. ടെമ്പറേച്ചർ മോണിറ്ററിങ്, അത് നമുക്ക് പ്രോപ്പർ ആയിട്ട് അതിന്റെ ഒരു മോണിറ്ററിങ് കറക്റ്റ് ആയിട്ട് നടന്നില്ലെങ്കിൽ അതിലും പല ഇഷ്യൂസ് വരുന്നുണ്ട്. പിന്നെ പല ഇൻക്യുബേറ്റേഴ്സും വളരെ കോസ്റ്റ്ലി ആണ്. ഓക്കെ, അതിൻ്റെതായ ഫീച്ചേഴ്സിനനുസരിച്ച് അതിന്റെ കോസ്റ്റും ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കുകയാണ് വരുന്നത്. ഓക്കെ, ഇനി പ്രിക്കോഷൻസ് ഒക്കെ നോക്കുകയാണെങ്കിൽ നമ്മൾ എന്താണ് വളരെ കെയർഫുൾ ആയിട്ടാണ് നമുക്കത് യൂസ് ചെയ്യേണ്ടത്. നമ്മൾ അതിലെടുക്കുന്ന വാട്ടേഴ്സ് ഒക്കെ സ്റ്റെറിലൈസ്ഡ് ആയിട്ടുള്ള വാട്ടേഴ്സ് ആയിരിക്കണം. ഇപ്പൊ നമ്മൾ എന്തെങ്കിലും കൾച്ചർ പ്ലേറ്റ് എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യണം, പല ക്ലീൻ ചെയ്ത് പല രീതിയിലുള്ള പ്രോസസ്സിംഗ് നടത്തിയതിനു ശേഷമാണ് നമുക്ക് അവിടെ വെക്കേണ്ടത്. അതുപോലെ തന്നെ കണ്ടൻസേഷൻസ് ഒക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യണം ആ ഒരു മീഡിയയിൽ വരുന്നത്. പിന്നെ ഇന്റീരിയർ എന്ന് പറയുന്നത് എപ്പോഴും ക്ലീൻ ആയിട്ട് തന്നെ ഇരിക്കണം അല്ലെ, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു കൾച്ചർ ചെയ്തെടുക്കുന്ന ടിഷ്യൂവിൽ പല പ്രോബ്ലംസ് വരും. അങ്ങനെ പല ചാലഞ്ചസും നമുക്ക് വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് ഇൻക്യുബേറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു.